പ്രളയം തകർത്ത ചെങ്ങന്നൂരിന്റെ പുനർനിർമ്മാണത്തിനും പ്രളയ നിവാരണ മുന്നൊരുക്കങ്ങൾക്കും ബജറ്റിൽ ഇടമുണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ചെങ്ങന്നൂർ മേഖല. പ്രളയത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് സഹായിച്ച വരട്ടാർ നവീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും ബജറ്റിൽ ഇടമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. മഹാപ്രളയത്തിൽ നിന്ന് കരകയറാനാകാതെ നിലവിളിച്ച ചെങ്ങന്നൂരും മത്സ്യത്തൊഴിലാളികളുടെ കൈപിടിച്ചാണ് ജീവിതത്തിലേക്ക് മടങ്ങിയത്. പ്രളയം ചെങ്ങന്നൂരിനെയും സമീപ പ്രദേശങ്ങളെയുമെല്ലാം ആകെ മുക്കിയെങ്കിലും പ്രളയജലം ഒഴുകിയിറങ്ങിപ്പോകാൻ ചെറുതല്ലാത്ത പങ്കുവഹിച്ചത് വരട്ടാർ എന്ന നദിയുടെ പുനരുജ്ജീവനമായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ ഒഴുക്ക് വീണ്ടെടുത്ത വരട്ടാറിന്റെ രണ്ടാം ഘട്ടം സർക്കാർ ഏറ്റെടുക്കുകയും കഴിഞ്ഞ ബജറ്റിൽ തുക നീക്കിവയ്ക്കുകയും ചെയ്തു. 7.5 കോടിയിലധികം ചെലവിൽ വരട്ടാർ തീരത്തിന്റെ നവീകരണവും ടൂറിസം വികസനവും ലക്ഷ്യമിട്ടെങ്കിലും ഒന്നും നടപ്പായില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ കൂടെ തന്നെ വരട്ടാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള നടപടികളുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആറിനും കുറുകെ ഉണ്ടായിരുന്ന ചപ്പാത്തുകൾ, അതിന് പകരമുള്ള പാലങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടായി. അത് ഡിസൈൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇരുവശങ്ങളും പാത നിർമ്മിക്കുമെന്ന് പറഞ്ഞ കരാർ വിളിച്ചതാണ്. പക്ഷേ കരാറുകാരൻ എന്തോ ആ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടില്ല. അത് സംബന്ധിച്ച് ചില നിയമക്കുരുക്കുകൾ ഇതിന്റെ ശേഷം വന്നിട്ടുണ്ട്. നദീതീരത്ത് കോൺക്രീറ്റ് പൂട്ടുകെട്ടകൾ നിരത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കപ്പുറം പ്രകൃതി സൗഹൃദമായ പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ടൂറിസം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം നദീതീരത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെ കൃഷിഭൂമികളുടെയും ഘടനയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതിനും പരിഹാരമുണ്ടാക്കുന്നതിനുമുള്ള പദ്ധതികളും ആവശ്യമാണ്. മനോരമ ന്യൂസ്, തിരുവല്ല.